ഈ ക്വസ്റ്റ്യൻ നോക്കാം. The fission properties of plutonium-94-239 are very similar to those of uranium-92-235. The average energy released per fission is 180 mega electron volt. How much energy in mega electron volt is released if all the atoms in 1 kg of pure plutonium undergo fission? ഇവിടെ പ്ലൂട്ടോണിയം ഒക്കെയാണല്ലോ ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കുകയാണ്. അതായത് രണ്ടോ അതിൽ കൂടുതലോ, ക്ലിയർ ആയല്ലോ, ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റായി പോവാണ്. നമുക്കതറിയണ്ട, അതേതാണ് നമുക്കറിയേണ്ട. പ്ലസ് എനർജി റിലീസാവും അല്ലേ. നമുക്കിവിടെ വരുന്ന പ്രോഡക്റ്റ് ഏതാണെന്നൊന്നും അറിയണ്ട. ന്യൂട്രോൺ ഇതിൽ വന്ന് അടിക്കുമ്പോൾ അല്ലേ, ന്യൂട്രോൺ വന്ന് ഇതിനെ ഹിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, പ്ലസ് എനർജി വരും. ഒരു സിംഗിൾ പ്ലൂട്ടോണിയത്തിൽ നിന്ന് കിട്ടുന്ന എനർജി 180 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഈ 180 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? സിംഗിൾ പ്ലൂട്ടോണിയത്തിൽ നിന്നാണ്. 180 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, വൺ സിംഗിൾ ന്യൂക്ലിയസ്. ഒരു സിംഗിൾ ന്യൂക്ലിയസിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലത്തെ എത്ര പ്ലൂട്ടോണിയം ന്യൂക്ലിയസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ആകെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലത്തെ 10 പ്ലൂട്ടോണിയം ന്യൂക്ലിയസ് ആണ് അണ്ടർഗോ ഫിഷൻ ആണെങ്കിൽ 10 ടൈംസ് 180 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നതിൽ എത്ര പ്ലൂട്ടോണിയം ന്യൂക്ലിയസ് ഉണ്ട് അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ആറ്റംസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് 1 കിലോഗ്രാം ഓഫ് പ്യുവർ പ്ലൂട്ടോണിയം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിലെത്ര ആറ്റംസ് അല്ലെങ്കിൽ അതിനകത്ത് എത്ര ന്യൂക്ലിയസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. നമുക്കറിയാം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുല ഉണ്ടല്ലോ. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ഗിവൺ മെറ്റീരിയൽ. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് അറിയാവോ? മാസ് ഡിവൈഡ് ബൈ ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്, എങ്ങനെ വേണമെങ്കിലും പറയാം, ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ അറിയാമല്ലോ, 6.023 ഇൻറ്റു 10⁻23. ഇങ്ങനൊരു ഫോർമുലയുണ്ട്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ ഗിവൺ മെറ്റീരിയൽ. നമുക്ക് തന്ന മെറ്റീരിയൽ എത്രയുണ്ട്? ഗ്രാമിലായിരിക്കണം കേട്ടോ എഴുതേണ്ടത്. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ ഇൻ ഗ്രാം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് മാസ് ഓർ മോളിക്കുലർ മാസ്. ഇത് ആറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഓർ നമ്പർ ഓഫ് ന്യൂക്ലിയസ് കിട്ടും. എത്രയാണ് മാസ് തന്നിരിക്കുന്നത്? പ്ലൂട്ടോണിയത്തിൻ്റെ മാസ് 1 kg ആണ്. ഗ്രാമിൽ പറയുകയാണെങ്കിൽ 1000 ഗ്രാം. ആറ്റോമിക് മാസ് ഓഫ് ദ പ്ലൂട്ടോണിയം 239 അല്ലേ നോക്കിയേ, അല്ലേ? ആറ്റോമിക് മാസ് ഓഫ് ദ പ്ലൂട്ടോണിയം 239 ആണ്. താഴത്തെ ക്യാപിറ്റൽ എം അതാണ് 239 ഗ്രാം ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ശരിയല്ലേ? 6.023 ഇൻറ്റു 10⁻23. ഇത്രയും ന്യൂക്ലിയസ് ഉണ്ട് അവിടെ. കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 2.52 ഇൻറ്റു 10⁻24. ഇത്രയും ന്യൂക്ലിയൈ അവിടെ അവൈലബിൾ ആണ്. ഒരാറ്റത്തിൽ ഒരു ന്യൂക്ലിയൈ ആണല്ലോ. ഇത്രയും ന്യൂക്ലിയസ് ഉണ്ട്. ഒരു ന്യൂക്ലിയസിൽ നിന്ന് 180 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടുമെങ്കിൽ ഇത്രയും ന്യൂക്ലിയസ് ഇന്ന് എത്ര എനർജി കിട്ടും? അപ്പോൾ അത് എഴുതാൻ പോവാണ്. ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി റിലീസ്ഡ് എത്ര കിട്ടും? ഒരു ന്യൂക്ലിയസിൽ നിന്ന് കിട്ടുന്നത് 180 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 2.52 ഇൻറ്റു 10⁻24 ന്യൂക്ലിയസ് ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ കാൽക്കുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ആൻസർ 4.53 ഇൻറ്റു 10⁻26 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ആൻസർ.